പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തെ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന് പരാതി. വിവാഹാനുബന്ധ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. ഇവർ സഞ്ചരിച്ച വാഹനം റോഡരികിൽ നിർത്തിയപ്പോൾ പത്തനംതിട്ട പോലീസ് മർദ്ദിച്ചുവെന്നാണ് പരാതി. ഞാനെന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. എൻ്റെ രണ്ടാമത്തെ മോടെ കുഞ്ഞെൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ബാക്കി എല്ലാവരും ഇറങ്ങി വെളിയിൽ നിന്നപ്പോഴത്തേക്കിനും അവിടുന്ന് ഒരു ചെറുക്കൻ വന്ന് പറഞ്ഞ് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം പോലീസുകാരടിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേനാണ് ഞങ്ങൾ വണ്ടി ഉണ്ടായിരുന്നവരെല്ലാം ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ഇവർ 5-10 പേരുണ്ടായിരുന്നു. അവരെല്ലാവരെയും പോലീസുകാരടിച്ച്. യൂണിഫോം ഇല്ലാതെയാണ് വന്നത്. ഒരു വണ്ടി ആളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ മരുമോൻ്റെ തല പൊട്ടി, ഇളയ മോടെ ഈ തോളിൽ പൊട്ടി. ഒരു കാരണമില്ലാതെയാണ് ഈ പിള്ളേരെ എല്ലാവരെയും അടിച്ചത്. SI ഉണ്ടായിരുന്നു, അവർ വേറെ പോലീസുകാരും ഉണ്ടായിരുന്നു. ഒരു വണ്ടി ആളുണ്ടായിരുന്നു അവർ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നിരിക്കുന്നു, ഒരു പ്രകോപനം കേട്ടാൽ ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല. എൻ്റെ വൈഫുണ്ട് കൂടെ. അപ്പം ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി. ഞങ്ങൾ ഓടിപ്പോയി അങ്ങ് വീണ്. ഞാനും അവിടെ കൂടെ വീണപ്പോൾ ഇങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരിക. എൻ്റെ തലക്കിലടിച്ച്, വൈഫിനെ കൈക്കിലടിച്ച്, അവളെ കൈ എൻ്റെ പൊട്ടലുണ്ട്, ഷോളിന് പൊട്ടലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സത്യം എന്താ സംഭവിച്ചതെന്ന് സത്യം ഞാൻ അറിയത്തില്ല. അവരെന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ എന്നാൽ അവിടെ അടി കൊണ്ട് കടങ്ങി തല പൊട്ടി ചോര ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. അവരങ്ങ് പോവുകയും ചെയ്തത്. എന്താ സംഭവിച്ചത് ഞങ്ങൾ അറിയത്തില്ല. ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിൽ ഇവർക്ക് മർദ്ദനമേറ്റു? പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ടോ ശ്രീജിത്ത്? ഹാഷ്മി, വിവാഹ സംബന്ധമായ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ഇത്തരത്തിൽ ഒരു അക്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഈ സംഘത്തിൽ 20 അംഗ സംഘമായിരുന്നു. ഒരു ടെമ്പോ ട്രാവലർ വാഹനമായിരുന്നു അത്. ആ ടെമ്പോ ട്രാവലർ വാഹനത്തിൽ അവർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഹനം നിർത്തി തൊട്ടടുത്ത പമ്പിൻ്റെ പരിസരത്തേക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി ചില ആളുകൾ പോയി. ചില ആളുകൾ വാഹനത്തിലിരുന്നു. സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് ഒരു SIയുടെ നേതൃത്വത്തിലൊരു സംഘം എത്തി ആക്രമണം നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു മർദ്ദനം നടത്തുന്നതെന്ന പരാതിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോട്ടയം സ്വദേശികളാണ്. അതിൽ ശ്രീജിത്ത്, അതുകൂടാതെ സിത്താര, ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്, ദമ്പതികളാണ്. ഈ രണ്ടുപേർക്കും കാര്യമായ പരിക്കുണ്ട്. ശ്രീജിത്തിൻ്റെ തല പൊട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ സിത്താരയുടെ തോളലിനാണ് പൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. കുട്ടികളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. ആളുമാറി. നമ്മൾ ചില ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു ബാറുണ്ട്. അവിടെ വലിയ തോതിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടി നിൽക്കുന്നു എന്ന് കരുതി തെറ്റിദ്ധരിച്ച് മർദ്ദിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ SIക്ക് യൂണിഫോം അടക്കം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്ന് ഒരു വണ്ടി പോലീസ് വന്ന് അകാരണമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ആദ്യഘട്ടത്തിൽ പോലീസ് ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകാൻ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം വാർത്തയായതോടെ, വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ നൽകിയതോടെ ഇപ്പോൾ പോലീസ് DYSP S നന്ദകുമാർ ഇവിടെ എത്തി പരിശോധന നടത്താൻ, അവരുടെ ദമ്പതികളെയും അതുപോലെ തന്നെ അവരുടെ ഒപ്പമുണ്ടായിരുന്ന ബൈസ്റ്റാൻഡേഴ്സിനും അടക്കം കാണാൻ വേണ്ടി ഇവിടേക്ക് പത്തനംതിട്ട DYSP S നന്ദകുമാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവരോട് വിവരങ്ങൾ ചോദിച്ചറിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ ഒരുപക്ഷെ അല്പസമയത്തിനകം ലഭ്യമാക്കാനാകും. എന്തായാലും അതിക്രൂരമായ മർദ്ദനം തന്നെയാണ് നടന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. MG യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഈ ശ്രീജിത്ത്. സിത്താരയും സർക്കാർ ജീവനക്കാരി തന്നെയാണ്. ഇവർ രണ്ടുപേർക്കുമാണ് കാര്യമായ രീതിയിൽ മർദ്ദനമേറ്റ. കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ ഈ വാഹനത്തിലുണ്ടായിരുന്നു, ഈ വിവാഹ സംഘത്തിലുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ ബാർ നിൽക്കുന്നുണ്ട് എന്ന കാരണം പറഞ്ഞാണ്. അവിടെ സ്ഥിരമായ പ്രശ്നമാണ്. കണ്ണങ്കര ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം കാര്യമായ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ സാധാരണ പ്രശ്നം ഉണ്ടാകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ, ഉദ്യോഗസ്ഥർ പറയുന്ന പ്രകാരമാണെങ്കിൽ ആൾ മാറിയാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടന്നിരിക്കുന്നത്. കൂട്ടമായി വന്ന് പോലീസുകാർ അടിക്കുകയായിരുന്നു, ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ്. കടുത്ത നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പോലീസ് മൊഴിയടക്കം രേഖപ്പെടുത്തും. അല്പസമയത്തിനകം DYSP S നന്ദകുമാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്ത് നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതും അറിയേണ്ടതുണ്ട്. ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകി.